ഭയങ്കര സൗണ്ട് ഉള്ള വണ്ടിയാണോ? ഭയങ്കര സൗണ്ട് ഉള്ള ഒരു പിഴച്ച വണ്ടി. ആ അതന്നെ. വണ്ടി കൊണ്ട് 2 പ്രാവശ്യം ഫിറ്റ് ചെയ്ത് അവന്മാരെ. വണ്ടിക്ക് കൂട്ടില്ല. അവന്മാര് ചുമ്മാ റോബറൊക്കെ അടിച്ച് നടക്കുമായിരുന്നു. 3ാമത്തെ പ്രാവശ്യം വന്ന് ഇടിച്ചം കൊന്ന് 2 പേരെ ഡൗൺ ആയി. ഞാനൊരു അരമണിക്കൂർ കൊണ്ട് ഇവനെ തപ്പി നടക്കും. ഇവനെ കുറെ എക്സ്റ്റാറ്റ് ഇട്ട് ഞാൻ നമ്പർ ചോദിച്ച്, എക്സാറ്റിലടക്കം ഞാൻ ചോദിച്ച് എനിക്ക് മടുത്ത്. ഞാൻ ലാസ്റ്റ് പറഞ്ഞ് തപ്പി എടുത്ത് ഉറപ്പായിട്ട് അടിച്ചിരുന്നു വരെ പറയേണ്ട അവസ്ഥയായി. ഇവൻ ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ലാസ്റ്റ് ഇത് പിള്ളേരെല്ലാം ഇവന്മാരെ തപ്പി നടത്തോണ്ടിരിക്കുക. അതിന്റെ ഇടക്ക് ഞാൻ മുതുക്കുന്ന സമയത്ത് റിപ്പയറിന്റെ അവിടെ നമ്മുടെ 2 പിള്ളേർ അവിടെ നിന്ന സമയത്ത് ഒരാൾ വന്ന് വണ്ടി എടുക്കുക, ഞങ്ങൾക്കൊരു അടിയുണ്ട് വണ്ടി എടുക്കുക പറഞ്ഞ് പോയി. നമ്മുടെ പിള്ളേരുടെ വണ്ടി. അപ്പൊ ഇവന്മാര് എടുക്കല്ലേന്ന് പറഞ്ഞു. പക്ഷെ ആ ആള് കേട്ടത് എടുത്തോന്നാണ്. ആളാണ് സെക്കൻഡ്. ഇവന്മാര് വണ്ടിയുടെ ടയർ ഒന്നും അടിച്ചു പൊട്ടിച്ച്. അപ്പൊ തന്നെ അവിടെ വന്ന് ഇത് അവര് വിചാരിക്കുന്നത് ഇത് ജാക്ക് സ്പാരോ ആണെന്നാണ്. അത് എനിക്കറിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ആ വണ്ടിക്കകത്ത് നമ്മുടെ കൂടെയുള്ള സെക്കൻഡ് ഉണ്ടായിരുന്ന ആ വണ്ടിയിൽ സെക്കൻഡാണ് വണ്ടി എടുത്തത്. അല്ല ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇവന്മാര് തപ്പി നടക്കുന്നത് ജാക്ക് സ്പാരോനെയാണ് ഞങ്ങളുടെ പിള്ളേര്. അതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് സെക്കൻഡ് വന്ന് വണ്ടി എടുത്തോണ്ട് പോയപ്പം ഇവന്മാർ കാറിലായിരുന്നു മനസ്സിലായത് വണ്ടിക്കിട്ടടിച്ച് ടയർ പൊട്ടിച്ച്. ഇത് ആ വണ്ടി സെക്കൻഡ് എടുത്തോണ്ട് പോയാ? അല്ലല്ല, നമ്മുടെ പിള്ളേർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാറ്. അങ്ങനെ എടുത്തോട്ടേന്ന് ചോദിച്ചു. ഇവന്മാർ എടുക്കണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ പുള്ളി കേട്ടത് എടുത്തോന്നാണ് അവര് പറഞ്ഞത്. സെക്കൻഡ് ചോദിച്ചപ്പോ സെക്കൻഡ് പറഞ്ഞത് ഞാൻ ആന്നെന്തോ കേട്ടാന്നാ പറഞ്ഞത്. വണ്ടി എടുത്തോണ്ട് പോയപ്പോ ഇവന്മാര് ടയറിനടിച്ച്. അപ്പൊ എന്റെ അടുത്ത് പെട്ടെന്ന് കോള് തന്നു ഇതേപോലെ അവന്. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു ആരും ഗണ്ണെടുത്ത് അടിക്കരുത്. ഞാൻ പ്രോപ്പർ കോൾ എടുത്ത് ഗണ്ണെടുത്ത് ആരും അടിക്കരുത്, എടുത്ത് വെച്ച് ഗണ്ണേം ചെയ്താണ് നിർത്താൻ, 2 പേരെ കൊന്നല്ലേ കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവളോട്ട് ഓടി വരുന്ന സമയം കൊണ്ട് എനിക്കറിഞ്ഞൂടെ എന്നെ അടക്കം അടിച്ചിട്ട് കഴിഞ്ഞു സംഭവം. അതിനുശേഷം എന്താ നടന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അങ്ങോട്ട് കയറി വന്നതും അല്ല, എല്ലാം ആരാണ്ട് അടിച്ചിട്ട് അവിടെ നിന്ന് എല്ലാരും അടിച്ചിട്ട് ഇവർ തമ്മിലടിയായി. നമ്മുടെ സൈഡിൽ നിന്നും അവന്മാര് ഞാൻ പറഞ്ഞു ഗണ്ണെടുക്കാൻ അടിക്കലെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ കൂടെ തന്നെ അപ്പാപ്പൻ എന്ന് പറഞ്ഞൊരു ആളാറുണ്ടല്ലോ, അപ്പാപ്പനെ ആദ്യം അടിച്ചിട്ടാറുണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ തോന്നുന്നു ജുഗുറു അടിച്ചു എന്നാ പറഞ്ഞത്. അത് കണ്ട ഉടനെ ഇവന്മാര് തിരിച്ചടിച്ചു. ഇതെല്ലാം ഇതിന് ശേഷം EMS പൊക്കിയതിന് ശേഷമാണ് ഇത് ജുഗുറു ആണിത് നിങ്ങളാണെന്ന് പോലും അറിയുന്നത്. തിരിച്ചു അങ്ങനെ തന്നെ ആർക്കും അറിഞ്ഞൂടാ നമ്മളാണ് അവിടെ നിൽക്കുന്നതെന്നൊന്നും. കാരണം ഞാനായിരിക്കും നമ്മളാണെന്ന് പറഞ്ഞാൽ ജുഗുറു അവിടെ അടിച്ചിടേണ്ട കാര്യമില്ല. ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം എന്നെ അടക്കം അടിച്ചിട്ട് അവിടെ എനിക്കൊരു പിടുത്തമില്ല. ഞാൻ ആ സിറ്റുവേഷനിലോട്ട് ഓടി വരുമോ, ബിലാല് ബാക്കി മാറി കല്ലിന്റെ അവിടെ പോയി മാറി ഈ സിറ്റുവേഷനിൽ നിന്ന് ലീവ് ചെയ്തെന്ന് പറഞ്ഞ് മാറിയിരിക്കും. അവൻ കണ്ണെടുത്തിട്ടേ ഇല്ല ആ സിറ്റുവേഷനിൽ. കല്ലിന് പറഞ്ഞ അവനും ചത്തു. ഇതൊക്കെയാണ് സംഭവം നടന്നത്. ഞാനത് കഴിഞ്ഞിട്ട് എണ്ണിച്ച് സംസാരിച്ചു. ഇവരും ആരാണ്ടെ തപ്പി നടക്കുവാന്നാ പറഞ്ഞത്. ലൈക് ടോട്ടലി മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയക്കുറവുണ്ട്. അപ്പൊ ഞാൻ ചന്ദ്രനെ വിളിച്ചതിന്റെ കാര്യം നമുക്ക് ഇവരെ ഒന്ന് ലൈക് ഞാൻ ഗ്യാങ് ഹൗസിലോട്ട് കൊണ്ടുവരാം, എല്ലാരെയും തമ്മിലൊന്ന് പരിചയമാക്കിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ തല പൊട്ടിത്തെറിച്ച് പോയി. കാരണം ഇത് മുച്ചിരി ഉണ്ടായിരുന്നു തോന്നുന്നു സിറ്റുവേഷനിൽ. ജസ്റ്റ് അവനോടൊന്ന് ചോദിച്ചാൽ അപ്പൊ ഇതാണ് സംഭവിച്ചത്. ലൈക്ക് ഇവര് ഇതറിയാലോ ഇങ്ങനെ സംഭവം വന്ന് ഞാൻ പുറത്ത് പല കഥയും വരും. അപ്പൊ ഇത് പെട്ടെന്ന് ഞാൻ അപ്പൊ തന്നെ സോർട്ട് ചെയ്ത് വിട്ടതാ. അപ്പൊ തന്നെ സംസാരിച്ചു. ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. ഇത് സംഭവം ഇത് എവിടെ കൂടിയായാലും ഇതിപ്പോ ഒരു കാര്യം ഞാൻ പറയാം. ഇത് പർപ്പസ് ഉള്ളി അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഇത് ഞാൻ KVയും TV ആയിട്ട് ഇഷ്യൂ വന്ന സമയത്ത് പറഞ്ഞ സെയിം കാര്യമാണ് പറയണത്. അതായത് പർപ്പസ് ഉള്ളി ആയിരിക്കത്തില്ല, പക്ഷെ ഇത് ഇടയ്ക്കിടയ്ക്ക് അടി പൊട്ടും. ഇത് ഇന്ന് പൊട്ടിയോ നാളെയും പൊട്ടും, മറ്റന്നാളെയും പൊട്ടും. ഇത് വൺസ് എല്ലാരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും മനസ്സിലാക്കണ വരെ ഈ അടി പോവും. ഇതിന്റെ ഇടയ്ക്ക് ഇനി പ്രശ്നം വരാൻ പോണത് ഇതിപ്പോ 2-3 പ്രാവശ്യം ഇതിപ്പം ഇനി ഇടയ്ക്കിടയ്ക്ക് ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് ബാഡാവും, നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്കും ബാഡാവും, അകത്തുള്ള ആൾക്കാർക്ക്. മനസ്സിലായേ? അത് അല്ല, ഇതിലൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരെയും അറിയുന്ന രീതിയിലൊരു മീറ്റിംഗ് പോലെ എന്തെങ്കിലും വെക്കുക എന്നുള്ള കാര്യം മാത്രമാണ്. അതാണ് ഞാൻ വിളിച്ചത്. ഞാൻ ചോദിച്ചായിരുന്നു എല്ലാരും ഫ്രീ ആണെങ്കിൽ ഇന്നില്ല വാസന ഉള്ള ഒരു സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും ബെറ്റർ. ഞാനത് ഈ സംഭവം എനിക്ക് സിറ്റുവേഷൻ പറഞ്ഞാൽ ഞാനടക്കം ഡൗൺ ആയി അവിടെ. ലൈക്ക് എന്നെ അടിച്ചിട്ട് ഞാൻ ഇത് അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് അതാണ്. മനസ്സിലായില്ലേ? അവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ വേറെ ആരും അറിഞ്ഞില്ലല്ലോ കുഴപ്പമില്ല, എല്ലാം അറിയാത്ത ആരുണ്ടോ അവിടെ. അതാണ് പറഞ്ഞത് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ അതാണ് അവിടെ. പിന്നെ ഇവര് തമ്മിലുണ്ടായ സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് ആ ഒരു സിറ്റുവേഷൻ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് ആൾക്കാര്. ഞാൻ ഇത് ആരോട് സംസാരിക്കാൻ നേരിട്ട് ചന്ദ്രനെ ഒന്ന് സംസാരിച്ചതിന് കാര്യം പറഞ്ഞാൽ ഇത് ആ സൈഡ് ഒന്ന് ക്ലിയർ ചെയ്തേക്കണം. എന്റെ സൈഡ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈഡ് അവർക്ക് മനസ്സിലായി. ഞാൻ വന്ന് ഇതുപോലെ കൺവേ ചെയ്തു എന്ന് ഞാൻ അവരോടൊന്ന് പറഞ്ഞാൽ മതി. ഞാനും ഇത് തന്നെ പറഞ്ഞു. നമ്മൾ തമ്മിൽ സംസാരിച്ച്
ലൈക്ക് ഈ ഇങ്ങനെ ഇനി സംഭവിക്കാം. എന്തൊക്കെ പറഞ്ഞാല് ഇത് അടി അങ്ങോട്ട് ഇങ്ങോട്ട് ആകുമ്പത്തേക്കുണ്ടല്ലോ ഈ അകത്ത് ഈ പ്ലേയേഴ്സിന് എല്ലാവർക്കും ഈഗോ അടിക്കും ഇതൊക്കെ. ഇപ്പൊ ഞാൻ കാര്യം പറയട്ടെ, അത് ഉള്ള കാര്യമാണ്. എല്ലാരും അതാണ് പ്രശ്നം. എല്ലാവർക്കും അതുപോലെ എടുക്കാൻ പറ്റില്ല. ഇപ്പം മാക്സിമം എല്ലാരെയും ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും. ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. സംസാരിച്ച് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പൊ ഇത് നമ്മളിപ്പോ 1, 2, 3 ഒക്കെ ആയി കഴിഞ്ഞപ്പോ ഇനി കൂടുതൽ മുന്നോട്ട് പോകുന്നതോറും ഇതൊരു വേഴ്സ് ഒരിക്കലും ആവരുത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളെ ഞാൻ അറിയാല്ല. അപ്പം ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെ പോയാലും ഇതിന്റെ ഇടയ്ക്ക് സംസാരിക്കാൻ ഞാൻ ഉണ്ടാവും. അങ്ങനെ ഒരിക്കലും ചിന്തിച്ച് പോയിരിക്കണം നല്ലത്. സത്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് കുറച്ച് ദിവസമായിട്ട്. ലൈക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനുകളാണ് ഇതെല്ലാം. ലൈക്ക് എപ്പോഴും എനിക്ക് എല്ലാരെയും കൂടെ കൊണ്ടു നടക്കാൻ പറ്റൂലല്ലോ. ഇപ്പൊ KVR സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KVR സിറ്റുവേഷൻ ഇതുപോലെയാണ്. നമുക്ക് അടിക്കണ്ട, പക്ഷെ എന്നാലും കൂടെ അറിയാത്തവരങ്ങോട്ടും ഇങ്ങോട്ടോട്ടൊക്കെ വള്ളിയാവും സംസാരമാവും. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ടില്ല. കാരണം ഇങ്ങനെ വള്ളിയായി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പഠിച്ചു എന്നുള്ളതാണ് വേറെ സത്യം. അത് വള്ളിയായിട്ട് ഇവനിതാണ് ഇവനതാണ് അങ്ങനെയൊക്കെ പഠിച്ചത് കാര്യമായിട്ട്. അല്ലാണ്ട് ഇപ്പൊ മെയിനായിട്ട് പറഞ്ഞ അപ്പാപ്പനയുടെ അവരെന്തോ എന്തൊക്കെയോ സംസാരിച്ചു പുള്ളി എന്നൊക്കെ പറഞ്ഞാല്. ലൈക്ക് നമ്മളൊരു നമ്മുടെ ഒരു അതായത് പ്രായമുള്ള ആളല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ പുള്ളി. അപ്പൊ ഞാൻ പറയാനാ വന്നേക്ക്. പുള്ളിയുടെ അടുത്ത് ഈ മക്കളെ എന്നാണ് വിളിക്കണത് പുള്ളി എല്ലാരും. മക്കളെ നീ ഏത് മക്കളെ നിന്റെ മക്കളെ എന്നുള്ള വിളിയൊന്നും വേണ്ട എന്നുള്ള സാധനങ്ങളൊക്കെ സംസാരിച്ചു. അവിടെ ആരെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതുവരെ അവന്മാർക്ക് അറിഞ്ഞൂടായിരുന്നു. എനിക്കൊന്നും അറിഞ്ഞൂടാ. അവർക്ക് അറിയാത്തവർ ഒത്തിരി പേരുണ്ട് അപ്പാപ്പനെന്ന്. ഇല്ല ബാഡായിട്ടൊന്നല്ല, ഞാനിത് മാത്രമേ കേട്ടുള്ളായിരുന്നു അവിടെ കിടന്നപ്പം. ജസ്റ്റ് ഒന്ന് കൺവേ ചെയ്തിരുന്നാ മതി. ഞാനിത് പറഞ്ഞു നമുക്ക് വാസന വന്നിട്ട് ഒരു ദിവസം ഒഫീഷ്യലായിട്ട് തന്നെ സംസാരിക്കും. എല്ലാരും മീറ്റിംഗ് പോലെ വെച്ചിട്ട് എല്ലാരും അത് നടക്കുള്ളൂ. എന്നാലും ഇതിനൊരു പരിധിക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇത് മൊത്തത്തിൽ കുറയ്ക്കാൻ പറ്റുമെന്നൊന്നും നമുക്കൊരു പരിധിക്കെങ്കിലും ഇത് കൺട്രോൾ ചെയ്ത് പോകണമെങ്കിൽ അത് ചെയ്തേ പറ്റുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ ഇത് എന്റെ നമ്പർ ആട്ടെ ഞാൻ വിളിച്ചേ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാം ആദ്യം തന്നെ. ബാക്കി നമുക്ക് എന്തെങ്കിലും അവിടെ നമ്മുടെ ഭാഗത്തുനിന്നുള്ള പിള്ളേർ എന്തെങ്കിലും വിഷയം അറിയുവാണെങ്കിൽ എന്നെ വിളിക്കുക. നമുക്കത് സോർട്ട് ചെയ്ത് തന്നെ പോണം മാക്സിമം ടു ആൻ എക്സ്റ്റെന്റ്. അറിയാലോ. ഓക്കെ, എന്തൊരു പരിപാടി സിറ്റി ഒരു 10 പ്രാവശ്യം കത്തി വെയിറ്റ് ചെയ്ത് സേവ് തന്നെ. ശരി, നടക്കട്ടെ. ബൈ 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 ബൈ. ആ മുച്ചിരി എന്ന് പറഞ്ഞ വാണം എവിടെ പോയോ? എന്തൊരു പ്രശ്നങ്ങളാണല്ലേ ദൈവമേ. വന്ന് കേറിയപ്പോ തന്നെ വള്ളിയാണല്ലോ. വള്ളിയും PL